ശ്രീ ഗഗാറിൻ, ഇന്നിപ്പോൾ താങ്കളുടെ പാർട്ടി അടക്കം ഈ മാസം 19-ാം തീയതി വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നത് വയനാട്ടുകാരൻ കൂടിയായ താങ്കൾക്കാണ്. എന്താണ്, കൂടുതൽ വളച്ചുകെട്ടലില്ലാതെ ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ഈ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കണ്ണിൽ ചോരയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞത്, കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് എന്താണ് ഇങ്ങനെ തുടരുന്നത്? എന്താണ് വയനാട്ടുകാർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ചൂരൽമലയിലെ ജനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടിനെ യഥാർത്ഥത്തിൽ ഈ വഞ്ചനയുടെയും ഉളുപ്പില്ലായ്മയുടെയും ക്രൂരതയുടെയും പര്യായമായിട്ട് BJP എന്നാണോ അതിൻ്റെ പേര് വിളിക്കേണ്ടത്, മോദി എന്നാണോ വിളിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ വയനാട്ടുകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം യാതൊരു തരത്തിലും ഒരു പൈസ പോലും നാളിതുവരെ തരാതെ, ഒരു ഉളുപ്പുമില്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട് മുഴുവൻ പോസ്റ്റ് എഴുതി ഒട്ടിച്ചിരിക്കുകയായിരുന്നു BJPക്കാർ. കേന്ദ്ര ഗവൺമെൻറ് 800 കോടി രൂപ തന്നു, സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് തികച്ചും വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് അതിൻ്റെ റൂൾസ്, ചട്ടങ്ങളൊന്നും അതിന് പറ്റിയതല്ല എന്നെല്ലാം പറഞ്ഞിട്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇന്നലെ ഇപ്പോൾ പ്രഖ്യാപനവും നടത്തി. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചൂരൽമലയിലെ ഇന്ത്യയിലെ തന്നെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും ദാരുണമായ, കാരണം ഇത്രയേറെ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടൊരു പ്രകൃതി ദുരന്തം അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അത്തരൊരു ദുരന്തത്തിൻ്റെ നേരിട്ട് വന്ന് കണ്ട ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ BJPക്കാരുടെ ഒരു നാണംകെട്ട ഏർപ്പാട് എന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ വന്ന് ഒരു കുട്ടിയെ കളിപ്പിക്കുന്ന ചിത്രമെടുത്ത് അത് വീഡിയോ ആക്കി അതിനൊരു പാട്ടും കൊടുത്ത് സ്റ്റാറ്റസ് ഇട്ട് ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കാൻ BJPക്കാർക്ക് ഒരു ഉളുപ്പുണ്ടായില്ല. അന്നിവിടെ വന്ന ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത്, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രയാസമനുഭവിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പണം ഒരു പ്രശ്നമാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതർത്ഥത്തിലാണ് ഇപ്പോഴാണ് ആലോചിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ, അദ്ദേഹം പണമൊരു പ്രശ്നമാവില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നില്ലെങ്കിലും കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഈ പാവങ്ങളോട് പകയോടുകൂടി പെരുമാറിയാലും സംസ്ഥാന ഗവൺമെൻറ് അവരെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കൂടി കേട്ടപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും കേരളത്തിലെ ജനതയും ഈ BJP ഗവൺമെൻറ്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും മനോഭാവത്തിലല്ല എന്ന തിരിച്ചറിവ് മോദിക്ക് പോലും ഉണ്ടെന്ന് തോന്നിപ്പോവാണ് മോദിയുടെ അന്നത്തെ ആ പ്രസ്താവനയിൽ. കാരണം ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നത്, കേന്ദ്രം തന്നില്ലെങ്കിലും പുനരധിവാസ നടപടികൾ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ പരിഹരിക്കാൻ സംസ്ഥാനം ആവുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വയനാട്ടിൽ തന്നെ വന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസം. അപ്പോൾ കേന്ദ്രം ഈ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഇന്ന് അതിൻ്റെ പ്രതിഷേധം വയനാട്ടിൽ LDF നേതൃത്വത്തിൽ ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി. അതുപോലെ തന്നെ 19-ാം തീയതി LDF ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ മനസാക്ഷിയില്ലാത്ത നടപടിക്കെതിരായി ജില്ലയിൽ തുടർച്ചയായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വയനാട് ജില്ലക്കകത്ത് തുടർച്ചയായ പ്രക്ഷോഭം. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളിത് കാണുന്നുണ്ട്. അതിലേറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, UDF ഇതോടൊപ്പം തന്നെ നടത്തുന്ന ചില പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭങ്ങളിൽ UDF സ്വീകരിക്കുന്ന നിലപാട്, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന ഈ ഇത്രയും മനുഷ്യത്വരഹിതമായ തെറ്റിനെ വളരെ കുറച്ച് കാണിച്ചുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെ സംസ്ഥാന ഗവൺമെൻറ് ദുരന്തബാധിതർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ മറച്ചു പിടിച്ച് ദുരന്തബാധിതരുടെ പേരിൽ സംസ്ഥാനത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളും തുണിയും പണവും
അതിനെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ദുരുപയോഗം ചെയ്ത് UDF സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ് ഒരു നയാ പൈസ പോലും ഇന്നിപ്പോൾ ഏതാണ്ട് 100-113 ദിവസമായി ദുരന്തം കഴിഞ്ഞിട്ട്, ഇത്ര ദിവസമായിട്ട് ഒന്നും ചെയ്യാത്ത കേന്ദ്ര ഗവൺമെൻറ്റിനേക്കാൾ UDF ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനെയാണ് എന്നത്. UDFും ആഗ്രഹിക്കുന്നത് കേന്ദ്രം സംസ്ഥാനത്തേക്കൊന്നും തരാൻ വേണ്ടി പാടില്ല. അങ്ങനെ കേരളം ഗതികേടിലേക്ക് പോകണം. ഇവിടുത്തെ ഒറ്റ രാത്രി കൊണ്ട് ഉരുളെടുത്ത മനുഷ്യ ജീവനുകളുണ്ട്, അവരുടെ ബാക്കി വരുന്ന ബന്ധുക്കളുണ്ട്, സമീപത്ത് ജീവിച്ച മനുഷ്യരുണ്ട്. അവരുടെ ദുരിതം കൂടുതൽ കൂടുതൽ ദുരിതപൂർണമായാലും ഈ സംസ്ഥാനം കഷ്ടപ്പെടണമെന്ന് ചിന്തിക്കുന്ന മോദിയുടെ BJPയുടെ അതേ മനോഭാവമാണ് കേരളത്തിലെ UDF സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായൊരു ചിത്രം എന്നതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ശരി, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇതിന് താങ്കൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇത് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. UDFിൻ്റെ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു.